ചെയ്തത് തുറക്കാൻ പോവുകയാണ്. പ്രസംഗിച്ചത് തുറക്കാൻ പോവുകയാണ്. പ്രവചിച്ചത് തുറക്കാൻ പോവുകയാണ്. ചിലത് ചെയ്തത് തുറക്കാൻ പോവുകയാണ്. Receive the power. ആ കൈകൾ കോർത്ത് പിടിച്ച് ഉയർത്തി പിടിക്കുമ്പോൾ കാഹളനാദത്തോടെ 3 പ്രാവശ്യം കാഹളം മുഴക്കുമ്പോൾ നിങ്ങൾ ശബ്ദം ഉയർത്തണം. ഓൺലൈനിൽ എന്നെ കാണുന്നവരുടെ വീടുകളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കൈകൾ ഉയർത്തി ശബ്ദം ഉയർത്തിയേ. വഴി തുറന്നിടും. യഫദാ യഫദാ വഴി തുറന്നിടും. യഫദാ യഫദാ വഴി തുറന്നിടും. യഫദാ 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 വഴി തുറം. യഫദാ 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 വഴി തുറം. യേശുവേ യഫദാ വഴി തുറം. യഫദാ 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 ഓ വഴി തുറം. നീ വെസേരയാനരാ യഫദാ തുറക്കുകയാണ്. ഓ യഫദാ 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 വഴി തുറം. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഹല്ലേലൂയ 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 കരവും ഉയർത്തി ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ വഴിയും അങ്ങ് മാത്രമേ വഴിയും നീയേ വഴിയും സത്യവും അങ്ങേ ഞാൻ ആരാധിക്കും ഇൻപ
ചിന്തയും ആശയും ആശയും അങ്ങേ ഞാൻ വഴിയും അങ്ങേ എൻ്റെ വഴിയും സത്യവും ഓഹോ അങ്ങേ ഞാൻ ആരാധി എൻ്റെ ചിന്തയും Dada, we love you. Hash, angenya, Eneshuwe, angenya, Eneshuwe, angenya, angenya, ende nada angenya. Come on, രണ്ട് കരവും ഉയർത്തി ശബ്ദമുയർത്തി ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ
കരവും ഉയർത്തി പിടിച്ച് പറഞ്ഞ് നന്ദി അപ്പാ. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടാകട്ടെ കർത്താവ്. തുടർമാനമായി ചില മണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക്, 2025 തീരുന്നതിന് മുൻപേ അൺപ്ലാൻഡ് വിസിറ്റേഷനുകൾ ഉണ്ടാകും. എഴുതപ്പെട്ടിട്ടില്ലാത്ത ചില വിസിറ്റേഷനുകൾ ഉണ്ടാകും. അൺപ്ലാൻഡ് ആയിട്ടുള്ള വിസിറ്റേഷനുകൾ ഉണ്ടാകും. സഡൻ വിസിറ്റേഷനുകൾ ഉണ്ടാകും. We love you, Lord. ഞങ്ങൾ അങ്ങ് സ്നേഹിക്കുന്നു. ജനിച്ച നാൾ മുതൽ 2025 അവസാനത്തെ ദിവസം വരെ കൊണ്ടു നിർത്തിയത് കർത്താവിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ ദയയാണ്. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ സാമർഥ്യമല്ല, കർത്താവിൻ്റെ ദയ മാത്രം, കർത്താവിൻ്റെ ദയ മാത്രമാണ്. അങ്ങനെ പറയുന്നവർ പറഞ്ഞ കർത്താവ് അവിടുത്തെ ദയ മാത്രം. നിനത്തു പാർക്കിരേ കടന്നു വന്ന പാതകളെ ധ്യാനിക്കിരേ ദയവേ തിരുമ്പി പാർക്കിരേ തുടങ്ങിയ കാലങ്ങളെ. കർത്താവേ, അങ്ങ് ഞങ്ങളെ തുടങ്ങിയ തുടക്കകാലവും ഞങ്ങളുടെ തുടക്കങ്ങളും ഞങ്ങളുടെ ആരംഭങ്ങളും എല്ലാം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിൻ്റെ ദയയല്ലാതെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല, കർത്താവിൻ്റെ കരുണയല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങ് നല്ലവനല്ലോ. നിനത്തു പാർക്കിരേ കടന്നു വന്ന പാതകളെ ധ്യാനിക്കിരേ ദയവേ തിരുമ്പി പാർക്കിരേ തുവങ്ങിന കാലങ്ങളെ പൊരിന്തു കൊള്ളിരേ നൻപേ. നിനത്തു പാർക്കിരേ കടന്നു വന്ന പാതകളെ ധ്യാനിക്കിരേ ദയവേ തിരുമ്പി പാർക്കിരേ തുവങ്ങിന കാലങ്ങളെ പൊരിന്തു കൊള്ളിരേ ദയവേ തുവങ്ങിനേൻ ഒന്നുമില്ലാമൽ തൃപ്തിയാൽ എന്നെ നിറയ്ത്തി. തുവങ്ങിനേൻ ഒന്നുമില്ലാമൽ തൃപ്തിയായി എന്നെ നിറൈ. തുവങ്ങിനേൻ ഒന്നുമില്ലാമൽ, തുവങ്ങിനേൻ ഒന്നുമില്ലാമൽ തൃപ്തിയായി എന്നെ നിറൈത്തി. തുവങ്ങിനേൻ ഒന്നുമില്ലാമൽ തൃപ്തിയായി. ചേർന്ന് പറയാമോ? ഒന്നുമില്ലാതെ ഞങ്ങൾ തുടങ്ങി. തുവങ്ങിനേൻ ഒന്നുമില്ലാമൽ நீர் உண்மையுள்ளவர், நீர் உண்மை
வரையும் கைவிடாமல். சேர்ந்து பாட. உண்மையுள்ளவரே நீர் உண்மையுள்ளவர், நன்மை செய்பவர், நன்மை செய்பவர், கடைசி வரையும், கடைசி வரையும் அங்கு நல்லவனல்லோ. நீர் உண்மையுள்ளவர், நன்மை செய்பவர், கடைசி வரையும், கடைசி வரையும் கைவிடாமல். துவங்கினேன் ஒன்றுமில்லாமல், திருப்தியா என்னை நிறைத்தி. துவங்கினேன் ஒன்றுமில்லாமல், ஓ திருப்தியாய் துவங்கினேன், நான் துவங்கினேன், ஓ திருப்தியாய் என்னை துவங்கினேன் ஒன்றுமில்லாமல், துவங்கினேன் இயேசு உண்மையுள்ளவரே நீர் உண்மையுள்ளவர், நன்மைகள் செய்பவர், நன்மை செய்பவர், கடைசி வரையும், கடைசி வரையும் கைவிடாமல் காத்து. ஓ நீர் உண்மையுள்ளவர், நன்மைகளே நன்மை செய்பவர், கடைசி வரையும், கடைசி வரையும் கைவிடாமல். நீர் உண்மையுள்ளவரே நீர் உண்மையுள்ளவர், ஓ நீ நன்மை செய்பவர், கடைசி வரையும், கடைசி வரையும் கைவிடாமல். நீர் உண்மையுள்ளவரே நீர் உண்மையுள்ளவர், நன்மைகள் செய்பவர், நன்மை செய்பவர், கடைசி வரையும், கடைசி வரையும் கைவிடாமல். சேர்ந்து பாடுது. உண்மையுள்ளவர் நீர் உண்மையுள்ளவர், நன்மைகள் செய்பவர், நன்மை கடைசி வரையும். இயேசுவே நீர் உண்மையுள்ளவரே நீர் உண்மையுள்ளவர், நன்மைகள் செய்பவர், கடைசி வரையும் என்னை காத்துக்கொள். நீர் உண்மையுள்ளவர், நீர் உண்மை, நன்மைகள் செய்பவர், கடைசி வரையும், கடைசி வரை. நீர் உண்மையுள்ளவர், நன்மை கடைசி வரையும். அந்தியத்தோள் சீரகடியில் அவன் காத்திடும். அந்தியத்தோளம், அந்தியத்தோளம் நம்மை காத்திடும், காத்திடும். அந்தியத்தோளம், அந்தியத்தோளம் சீரகடியில் காத்திடும். ഉറക്കെ ഒരു പ്രഖ്യാപനം പോലെ പാടാമോ? അന്ത്യത്തോളം ചീരകടിയിൽ അവൻ കാത്തിടും. ആ കരമൊന്ന് ഉയർത്തി പാടാമോ? അന്ത്യത്തോളം, അന്ത്യത്തോളം അവൻ കാത്തിടും, അവൻ കാത്തിടും. അന്ത്യത്തോളം, അന്ത്യത്തോളം യേശുവേ ഓ അന്ത്യത്തോളം, അന്ത്യത്തോളം
കാത്തിടും, നമ്മെ കാത്തിടും. അന്ത്യത്തോളം, അന്ത്യത്തോളം, അന്ത്യത്തോളം. വിശുദ്ധ ദൂതന്മാരെ സാക്ഷി നിർത്തി കമോൺ ഈ പ്രസൻസിനകത്ത് പ്രഖ്യാപിച്ചേ, അന്ത്യത്തോളം, അന്ത്യത്തോളം, അന്ത്യത്തോളം യേശു കാത്തിടും, അന്ത്യത്തോളം, അന്ത്യത്തോളം യേശുവേ അവസാനത്തോളം ചിറകിന്റെ മറവിൽ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. അവസാനത്തോളം ചിറകിന്റെ മറവിൽ സുരക്ഷിതരാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തു പറ, അന്ത്യത്തോളം, അന്ത്യത്തോളം ആ ചിറകിന്റെ മറവിൽ നീ സുരക്ഷിതനാണ്. അവസാനത്തോളം. ഒന്നുകൂടെ പ്രവചിച്ച് പറയണം, നീ ഫ്രൂട്ട്ഫുൾ ആകാതെ ഭൂമി വിടാൻ കർത്താവ് നിന്നെ അനുവദിക്കില്ല. നീ ഫലപുഷ്ടമാകാതെ ഭൂമി വിട്ടു പോകാൻ കർത്താവ് നിന്നെ അനുവദിക്കില്ല. എല്ലാ അകാല മരണത്തിന്റെ കെടുതികളിൽ പൊട്ടുകയാണ്. ഇന്നത്തെ രാത്രിയിൽ അകാല മരണങ്ങൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ പദ്ധതികളിൽ നിന്നും നസ്രായനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നീ ഫ്രൂട്ട്ഫുൾ ആകാതെ ഭൂമി വിട്ടു പോകത്തില്ല. ഫലപുഷ്ടമാകാതെ ഈ ഭൂമി വിട്ട് നീ പോകത്തില്ല. ഫലപുഷ്ടമാകാതെ നീ ഭൂമി വിട്ട് പോകത്തില്ല. നിന്റെ ശുശ്രൂഷ ഫലപുഷ്ടമാകും, നിന്റെ കുടുംബ ജീവിതം ഫലപുഷ്ടമാകും, നിന്റെ സമ്പത്ത് ഫലപുഷ്ടമാകും, നിന്റെ സഭ ഫ്രൂട്ട്ഫുൾ ആകും. ഇത് കാണാതെ ഭൂമി വിട്ട് പോകത്തില്ല. ശരബദന ഹസ്തല പ്രബദന ദിയാന്തന ഹേരദ ശന്തന രഗ സന്താരിയ ഹർതല പ്രവാർത്തന രഗദന രം ശതനദിയ സേഖരി അർത്തന രഗ ശമദന റിബദല ഹസ്തല പ്രവേ ഹദാരഗ ശന്തന. ഇത് നദിയാണെങ്കിൽ ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല. മലകളെയും തകർത്ത് ഒഴുകാൻ തുടങ്ങും. പർവ്വതങ്ങൾക്കിടയിൽ വഴി ഉണ്ടാക്കി ഒഴുകാൻ തുടങ്ങും. ഫ്ലോയിങ്, 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 ഒഴുകാൻ തുടങ്ങും, ഒഴുകാൻ തുടങ്ങും. യേശുവേ അടുത്തിരിക്കുന്ന ആളെ നോക്കി പ്രവചിച്ച് പറ, ഫ്രൂട്ട്ഫുൾ ആകാതെ നീ ഭൂമി വിടത്തില്ല. ആർക്കും ദൈവ പദ്ധതിയെ തകർക്കാൻ കഴിയില്ല. ഉയരത്തിനോ ആഴത്തിനോ ഭൂമിയിലുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും ദൈവ പദ്ധതിയെ തകർക്കാൻ കഴിയില്ല. ദൈവ പദ്ധതിയെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ദൈവ പദ്ധതിയെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഹാളിനകത്ത് കയറി നിൽക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാണ്. ഇത് നദിയായതുകൊണ്ട് ഒന്നിനും തടഞ്ഞു വെക്കാൻ കഴിയില്ല. ഇത് നദിയായതുകൊണ്ട് യാതൊന്നിനും തടഞ്ഞു വെക്കാൻ കഴിയില്ല. ഇത് റിവർ ആയതുകൊണ്ട് ഓരോ പേരും അതിൻ്റെ സ്വഭാവത്തെ കാണിക്കും. ഓരോ നാമവും അതിൻ്റെ സ്വഭാവമാണ്. കസേര അത് ഇരിക്കാനുള്ള സാധനമാണ്. മൈക്ക് ശബ്ദത്തെ ആഗിരണം ചെയ്യാനുള്ള സാധനമാണ്. ഓരോ പേരിനും അതിൻ്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഈ സഭയുടെ പേര് റിവർ എന്നായതുകൊണ്ട് അതിൻ്റെ സ്വഭാവം ഒഴുകാൻ തുടങ്ങും. ഇത് ജീവജലം ഒഴുകുന്ന സ്ഥലമാണ്. 2026 ശാഖകളായി തുറന്ന് ഒഴുകാൻ പോയി. ആർക്കും തടുക്കാൻ കഴിയില്ല, ആർക്കും തടുക്കാൻ കഴിയില്ല.
ഫറവോന്റെ ചെങ്കോലുകൾ പൊളിഞ്ഞു പോകുന്നത് 2026 ഇതിനകത്ത് ശുശ്രൂഷകന്മാർ കണ്ണുകൊണ്ട് കാണും. ഫറവോന്റെ ചെങ്കോലുകൾ പൊടിഞ്ഞു പോകുന്നത്. Love you Lord, we love you. ഞങ്ങൾ അങ്ങ് സ്നേഹിക്കുന്നു. ഒന്നിനും പിന്മാറരുത്. ഏത് സീസണിലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വേണം. ഉയർച്ചകളിലും താഴ്ചയിലും വളർച്ചയിലും വരൾച്ചയിലും എല്ലാം കർത്താവ് കൂടെയുണ്ട്. ബൈബിളിനകത്ത് സത്യം എന്ന വാക്ക് കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ സത്യം എന്ന വാക്കിന് ലിറ്ററൽ ലാംഗ്വേജിനകത്ത് എബ്രായ ഭാഷയിൽ യമറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് യമറ്റ്? യമറ്റ് എന്ന വേർഡാണ് ട്രൂത്ത്. നമുക്ക് സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. സത്യസന്ധത, അല്ലെങ്കിൽ പറയുന്ന കാര്യം കൃത്യമാണ്, അതിനകത്ത് പൊയ്യില്ല, അല്ലെങ്കിൽ അതിനകത്ത് കള്ളത്തരമില്ല. ഇതിനാണ് യമറ്റ് എന്ന വേർഡ് നമ്മൾ ട്രൂത്ത് എന്ന് ഉപയോഗിക്കുന്നത്. പക്ഷെ ബിബ്ലിക്കൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം, യമറ്റ് എന്ന വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്. ആലേഫ് എന്നും ടാഫ് എന്നും മാം എന്നും ടാഫ് എന്നും പറയുന്ന 3 വാക്കുകൾ. ഏതൊക്കെയാണ്? ആലേഫ്, ചേർത്ത് പറയാം, ആലേഫ്, മാം, ടാഫ്. ഈ 3 വാക്കുകൾ ചേർന്നാണ് യമറ്റ് ഉണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്. ആലേഫ് എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ 22 അക്ഷരങ്ങളുണ്ട്. അതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഏത്? അലേഫ്. സെന്ററിൽ വരുന്ന അക്ഷരമാണ് മാം. അവസാനത്തെ അക്ഷരമാണ് ടഫു. ടഫു എന്ന് പറയും. അതിൻ്റെ അർത്ഥം സത്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫ്രം ദ വെരി ബിഗിനിങ്, ത്രൂ ദ മിഡിൽ ആൻഡ് ദ വെരി ലാസ്റ്റ്. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം എന്ന് ബൈബിളിൽ കൊടുത്തിരിക്കുമ്പോൾ ബറഷീത്ത് ബാറ എലോഹീം എറ്റ് ഷമായിം എന്ന് പറയുന്ന വാക്ക്, എറ്റ് എന്ന് പറയുന്ന വാക്ക് ആർക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആലേഫ് ആൻഡ് ടഫ്. കർത്താവ് ആദ്യം നിർമ്മിക്കുന്നത് ഒരു ഭാഷയാണ്. യമറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആരംഭം മുതൽ നടുവിലൂടെ ഏറ്റവും അവസാനം എല്ലാം ഇതിനകത്തുണ്ട്, അതിനപ്പുറത്തൊന്നില്ല. ഫ്രം ദ വെരി ബിഗിനിങ്, ഏറ്റവും ആരംഭം മുതൽ, ത്രൂ ദ മിഡിൽ ആൻഡ് ദ വെരി ലാസ്റ്റ്. ഞാൻ സത്യമാണെന്ന് യേശു പറയുമ്പോൾ യേശു ആദ്യനും അന്ത്യനും ആണെന്ന് ഉറപ്പിക്കപ്പെടുന്നതാണ് സത്യം എന്ന വാക്ക്. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയോ ആയിക്കോട്ടെ, അതിൻ്റെ ഏറ്റവും തുടക്കം മുതൽ നടുവിൽ തുടങ്ങി ഏറ്റവും അവസാനം വരെ വരും. അതാണ് യമറ്റ്. ഇതുപോലാണ് ബൈബിളിനകത്ത് ജീവജല നദി കിടക്കുന്നത്. മയീം ഖയീം എന്നാണ് എബ്രായ ഭാഷയിൽ റിവർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. എന്നോടൊന്ന് ചേർന്ന് പറയാം, മയീം ഖയീം. മയീം ഖയീം, ജീവജല നദി. മയീം ഖയീം. ഇത് ഉൽപ്പത്തിയിലുണ്ട്, യെരമ്യാവിലുണ്ട്, വെളിപ്പാട് പുസ്തകത്തിനകത്തുണ്ട്. മലയാളം ഭാഷയിൽ വായിച്ചാൽ കിട്ടുമെന്ന് അറിയില്ല. ആദിയിലും നടുവിലും അവസാനവും ഈ സഭയുടെ പേര് ഈ വേദപുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. ജീവജലത്തിൻ്റെ നദി ഇത് ഒഴുകാൻ തുടങ്ങാൻ പോവുകയാണ്. 2026 ഇത് സഭയ്ക്ക് സംഭവിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരെ തയ്യാറാകുക. പരിധികളെ ഭേദിച്ച് വെള്ളച്ചാട്ടത്തെ പിടിച്ചു വെക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. വെള്ളത്തിൻ്റെ പവർ ഒന്ന് വെളിപ്പെട്ടാൽ ആർക്കും അതിനെ തടഞ്ഞു വെക്കാൻ കഴിയില്ല, ആർക്കും അതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല, ആർക്കും അതിനെ ഒതുക്കാൻ കഴിയില്ല. ഒഴുകാൻ പോകുകയാണ്, പൊട്ടി തുറന്നൊഴുകുന്നത് പോലെ ഒഴുകാൻ പോകുകയാണ്. കരമുയർത്തി പിടിച്ച് കർത്താവിനോട് പറയാം, അപ്പാ ഞങ്ങൾ തയ്യാറാണ്. യേശുവിനോട് പറഞ്ഞ് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ കർത്താവ് ഇതിനു വേണ്ടി ഇതിനകത്ത് ഒരുക്കി ഇരുത്തിയിരിക്കുകയാണല്ലോ. ഫ്ലോ ആകാൻ ഞങ്ങൾ തയ്യാറാണ്. വഴിയില്ലാത്തടത്ത് വഴി വെട്ടി തുറക്കാൻ. വർഷങ്ങൾക്ക് മുമ്പ്
സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാതയങ്ങ് ക്ലോസ് ചെയ്തു. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ 2018 കാലമായപ്പോൾ വെള്ളം അതിൻ്റെ പവർ കാണിച്ചു. ഏത് മനുഷ്യൻ വഴി തടസ്സപ്പെടുത്തിയാലും വഴി ഉണ്ടാക്കി വെള്ളത്തിന് ഒഴുകാൻ കഴിയുമെന്ന് കേരളത്തിന് തെളിയിച്ചു കൊടുത്തു. ആ ശബ്ദം സഭയ്ക്കകത്ത് മുഴങ്ങട്ടെ. ആരൊക്കെ വഴി അടയ്ക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ വഴി ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചാലും, ഏതൊക്കെ ശക്തികൾ വഴി അടയ്ക്കുമെന്ന് പറഞ്ഞാലും, അത് ഉയരത്തിലുള്ളതാകട്ടെ താഴെ പാതാളത്തിലുള്ളതാകട്ടെ, ആരും നിനക്ക് പോകാൻ കഴിയില്ല. നീ അടയ്ക്കപ്പെട്ട വെള്ളം പോലെയാകും, നീ കുളത്തിൽ കിടക്കുന്ന വെള്ളം പോലെയാകും. ഒഴുകാൻ കഴിയില്ലെന്ന് മാലിന്യ കൂമ്പാരമുള്ളതാകുമ്പോൾ പറയില്ല. ഇത് ജീവജലത്തിന്റെ നദിയാണ്. ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ഇത് ഒഴുകാൻ പോകുന്ന നദിയാണ്. ഞാൻ ഒഴുകാൻ തയ്യാറാകുകയാണ്. ഞാൻ ഫ്ലോ ആകാൻ തയ്യാറാകുകയാണ്. ഞാൻ ഒഴുകാൻ തയ്യാറാകുകയാണ്. ഒരു 4 പേരോട് പ്രവചിച്ചു പറ, ഞാൻ ഒഴുകാൻ തയ്യാറാകുകയാണ്. ഞാൻ ഒഴുകാൻ തയ്യാറാകുകയാണ്. ഞാൻ ഫ്ലോ ആകാൻ പോവുകയാണ്. ഇതിനകത്തൊന്നും ഒതുക്കി നിർത്താൻ കഴിയില്ല. ഇതിനകത്തൊന്നും തടഞ്ഞു നിർത്താൻ കഴിയില്ല. നന്ദി പറയുമ്പോൾ, കർത്താവിനോട് നന്ദി പറയുമ്പോൾ, കൊണ്ടുവന്ന വഴികളെയും നടത്തിയ പാതകൾക്കെല്ലാം നന്ദി പറയുമ്പോൾ നാം അറിയാതെ ഒഴുകാൻ തുടങ്ങും. കാരണം നന്ദി നിറഞ്ഞ ഹൃദയം കവിഞ്ഞൊഴുകുന്നത് ആരാധനയുടെ അടയാളമാണ്. ആ കവിഞ്ഞൊഴുക്ക് അകത്ത് സംഭവിക്കുമ്പോൾ നാം പോലും അറിയാതെ ചിലത് പൊട്ടി ഒഴുകാൻ തുടങ്ങും. നന്ദി പറഞ്ഞപ്പാ, ഈ വർഷത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ സാഹചര്യത്തിലും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും കർത്താവ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വാഴ്ചയിൽ കർത്താവ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീഴ്ചയിൽ കർത്താവ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തളർന്നപ്പോൾ കർത്താവ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തളുത്തപ്പോൾ കർത്താവ് ഉണ്ടായിരുന്നു. എപ്പോഴും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ ബലമെല്ലാം നീർദാനയ്യാ, എൻ ബലമെല്ലാം നീർദാനയ്യാ, എൻ ബലനെല്ലാം നീർദാനയ്യാ, എൻ ബലനെല്ലാം നീർദാനയ്യാ, എൻ ബലനെല്ലാം, എൻ ബലനെല്ലാം നീർദാനയ്യാ, എൻ ബലനെല്ലാം, ബലനെല്ലാം നീർദാനേ, ബലനെല്ലാം, ബലനെല്ലാം, എൻ ബലനെല്ലാം നീർദാനേ, ബലനെല്ലാം, യോ ബലനെല്ലാം, എൻ ബലനെല്ലാം നീരേ, ബലം നീർദാനയ്യാ, ബലനെല്ലാം, എൻ ബലനെല്ലാം നീർദാനേ, ബലനെല്ലാം, യേശുവേ. ഓ എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു. ഓ എന്നെ നന്നായി അറിയും എൻ്റെ യേശു. എൻ്റെ ഭാരം, എൻ്റെ ഭാരം. കമോൺ, സഭയുടെ ശബ്ദം കേൾക്കട്ടെ. എന്നെ നന്നാ യേശു. സുഖമുള്ള കാലത്തും, സുഖമുള്ള കാലത്തും കണ്ണുനീർ യേശു മാത്രം, യേശു
ഏകനെന്ന അന്നാളിലവനെ 2025 പല നാൾ കരുതി ഞാൻ അന്നാളിലും അന്നാളിൽ ഒന്നൂടെ പല നാൾ കരുതി ഞാൻ പല നാൾ കരുതി ഞാൻ ഏകനെന്ന് പല നാൾ കരുതി ഞാൻ പല നാൾ കരുതി ഞാൻ അന്നാളിൽ അന്നാളിൽ നിത്യമാ സ്നേഹത്താൽ നിത്യമാം നിന്നെ സ്നേഹി നിന്നോടു കൂടെയുണ്ട് നിത്യമാം സ്നേഹത്താൽ എന്റെ കൂടെയുണ്ടെന്ന് ബലഹീനനെന്ന് കരുതിയപ്പോഴും ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളിലവനോടു ബലഹീനനെന്ന് ഞാൻ ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ ശക്തനാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട് നിന്ദിതനെന്ന് ഞാൻ കരുതിയപ്പോഴും നിന്ദിതനെന്നു ഞാൻ കരുതിയ അന്നാളിൽ നിന്ദിതനെന്ന് ഞാൻ നിന്ദിതനെന്നു ഞാൻ കരുതിയ അന്നാളിൽ നോടു ക്ഷീണിച്ചു പോകേണ്ടെന്ന് ക്ഷീണിച്ചു പോകേണ്ട മാനിക്കുന്നോൻ കൂടെയുണ്ട് ക്ഷീണിച്ചു പോകേണ്ട ക്ഷീണിച്ചു പോകേണ്ട ഓ അസാധ്യമെന്ന് കരുതിയപ്പോഴും ഓ അസാധ്യമെന്നു കരുതിയ അന്നാളിലവന് അസാധ്യമെന്ന് അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിൽ എന്നോടു ചൊല്ലി മനുഷ്യരാൽ അസാധ്യം സാധ്യമാ ഓ നിന്നോട് ഓ മനുഷ്യരാൽ അസാധ്യം എന്റെ കൂടെ ആ വ്യക്തി ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ പേരൊന്ന് ഉറക്കെ വിളിക്കാമോ ചേർന്ന് യേശു എന്റെ യേശുവേ യേശുവേ എന്റെ പ്രാണപ്രിയ യേശുവേ
കഴിഞ്ഞ ദിവസത്തെക്കാൾ അധികം ഞാൻ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു. ആ സിംഹാസന മുറിയുടെ അടുക്കലേക്ക് വരികയാണ്. ഇന്ന് രാത്രി എന്നെ ശുശ്രൂഷിക്കണമേ. സിംഹാസന മുറിയുടെ ശബ്ദം കേൾക്കട്ടെ. ഇന്ന് സിംഹാസന മുറിയുടെ ശബ്ദം കേൾക്കട്ടെ. എന്റെ പ്രാണപ്രിയനേ യേശുവേ, എന്റെ സ്നേഹിത കരം ഉയർത്തിച്ചേർന്ന് എന്റെ സ്നേഹിത എന്റെ കർത്താവ് ഇന്ന് രാത്രി എന്നോട് സംസാരിക്കാൻ പോവുകയാണ്. ഞാൻ സിംഹാസന മുറിയുടെ അടുക്കലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആമേൻ. ഇത് നദിയാണെങ്കിൽ ഒഴുകും. യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് ഗലീല പ്രവിശ്യയിൽ ഐനോൻ എന്ന് പറയുന്ന സ്ഥലത്ത് യേശു സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ശിഷ്യന്മാരും സ്നാനം കഴിപ്പിച്ചതിന് ശേഷം ഗലീലയിൽ നസ്രത്തിലേക്ക് തിരികെ പോകാൻ യേശു യാത്ര ആരംഭിച്ചു. യോർദാൻ നദിയുടെ തീരത്തുകൂടെ യേശുവിന് പോകാമായിരുന്നു, നല്ല വഴിയുണ്ട്. പക്ഷേ യേശു ഒന്ന് റൂട്ട് മാറ്റി പിടിച്ച് നസ്രത്തിലൊന്ന് കയറിയിട്ട് പോയി. യേശു ഒന്ന് റൂട്ട് മാറ്റി പിടിച്ച് ഗലീല നസ്രത്തിൽ പോകാൻ പോകുന്ന വഴിയിലാണ് യേശു വഴിയൊന്ന് മാറ്റിപ്പിടിച്ച് അകത്തേക്ക് പ്രവേശിച്ച് ഷേഖേവ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ 6-ാം മണി നേരത്ത് ഒരു സ്ത്രീ വെള്ളം കോരാൻ വരികയാണ്. 6-ാം മണി നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം രാവിലെ 9 മണി. പാലസ്തീൻ നാട്ടിനകത്ത് എല്ലാവരും രാവിലെ ലൈഫ് തുടങ്ങുന്നത് കൊണ്ട് 4:30, 3 മണി, 5 മണി ആകോടുകൂടെ വെള്ളമെല്ലാം കോരി അവർ വീട്ടിൽ പോകും. അവളുടെ ജീവിതം നശിച്ചു പോയത് കൊണ്ട് ആരും കാണണ്ട എന്ന് കരുതിയാണ് ഒത്തിരി ചൂടുള്ള സമയത്ത് അവിടെ വരുന്നത്. ആരും കാണാതിരിക്കാനാണ് ആ കിണറ്റിൻ്റെ കരയിൽ ആ സമയത്ത് വരുന്നത്. ആ സമയത്ത് വന്നപ്പോൾ യേശു അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയെക്കുറിച്ചും ജീവജല നദിയെക്കുറിച്ചും ആരാധനയുടെ അടിസ്ഥാനത്തെക്കുറിച്ചും യേശു മശിഹായാണെന്ന് ആദ്യം തുറന്നു കൊടുത്തതും ജീവിതം നശിച്ചു പോയെന്നും അവളുടെ ശബ്ദം ഇനി പട്ടണത്തിൽ കേൾക്കത്തില്ലെന്നും പറഞ്ഞ ഒരു സഹോദരിയുടെ മുൻപിലാണ്. മയീം ഖയീം, ജീവജല നദി നിനക്ക് നൽകും. നീ ഇതുവരെ കുടിച്ചിട്ടുള്ളത് കെട്ടിക്കിടക്കുന്ന മലിനകൾ നിറഞ്ഞ വെള്ളമായിരിക്കും. പക്ഷെ ഞാൻ നിനക്ക് ഒഴുക്കിൻ്റെ ശുദ്ധജലം നൽകാൻ പോവുകയാണ്.
ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് ഇടപെടാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഇതുവരെ കുടിച്ച വെള്ളം പോലെ അല്ല, ശുദ്ധമായ ഒഴുക്കിന്റെ, ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത, നിന്നെ വഹിച്ചു കൊണ്ടുപോകുന്ന, നിന്നെ ഡെസ്റ്റിനിയിലേക്ക് എടുപ്പിക്കുന്ന, നിന്നെ ദൈവിക ഉദ്ദേശത്തിന്റെ ഹൃദയ ഭാഗത്ത് കൊണ്ടുപോകുന്ന, ദൈവിക പദ്ധതിയുടെ നടു കേന്ദ്ര ബിന്ദുവിലേക്ക് കൊണ്ടുപോകുന്ന രാത്രിയാണ്. കരമടിച്ചു ചേർന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങൾ തയ്യാറാണ്. ചേർത്തടിച്ച് കർത്താവിന് ഒരു പ്രാവശ്യം ശുശ്രൂഷിക്കണമേ. അങ്ങ് ഞങ്ങളെ ശുശ്രൂഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ തുറക്കണമേ. ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ക്ലൈമറ്റുകൾ ഓപ്പൺ ആകണമേ. ഞങ്ങളുടെ മേൽ കിടക്കുന്ന എല്ലാ നിയോഗങ്ങൾ തുറന്നു വരണമേ. ഈ ഭൂമിയിൽ ദൈവം ഞങ്ങളെ എന്തിനാണ് കൊണ്ടുവന്നത്, ആ പർപ്പസ് ഇവിടെ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ ഇതിനകത്ത് വിശ്വാസത്തോടെ വന്നവരുടെ മീതെ ദൈവത്തിന്റെ പദ്ധതികൾ തുറക്കപ്പെടുകയാണ്. കർത്താവ് ഞങ്ങളെ ഈ അഭിഷക്തരുടെ നടുവിലേക്ക് അയച്ചിരിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ ഈ ദൈവമക്കളുടെ നടുവിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇവരെ ശുശ്രൂഷിക്കുവാൻ ദൈവം ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. ദൈവം ഞങ്ങളുടെ മേൽ വച്ചേക്കുന്ന എല്ലാ അധികാരങ്ങളും, എല്ലാ ആത്മീക അധികാരങ്ങളും, എല്ലാ ശുശ്രൂഷകളും എല്ലാം ഈ ചർച്ചിന് വേണ്ടി ഇവിടെ ഇറങ്ങി വരട്ടെ. ഹെവൻലി ഗവൺമെന്റ് ഇവിടെ ഇറങ്ങി വരട്ടെ. ഭരണം മാറുന്നതുപോലെ നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്.
കർത്താവേ, ഇത് ഞങ്ങൾക്കൊരു മീറ്റിംഗ് അല്ല, ഞാൻ ഇവിടുത്തെ പ്രീച്ചറുമല്ല. ഇത് ഞങ്ങൾക്ക് ദൈവം തുറന്നിരിക്കുന്ന ഒരു നിമിഷമാണ്. ഇറ്റ് ഈസ് നോട്ട് എ മീറ്റിംഗ്, ഇറ്റ് ഈസ് എ മൊമെന്റ്. ഞങ്ങൾ ഈ സമയത്തിൽ ഞങ്ങളുടെ മേലുള്ള കൈറോസ് ടൈമുകൾ തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. സൂര്യന്റെ കീഴിൽ ഓടുന്ന ക്ലോക്ക് അല്ല ഞങ്ങൾ ആരാകുമെന്ന് തീരുമാനിക്കുന്നത്. സ്വർഗത്തിന്റെ നിയമത്തിനകത്ത് ചലിക്കുന്ന ദൈവത്തിന്റെ അധികാരം തീരുമാനിക്കും നീ ആരായി തീരണമെന്ന്. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കപ്പെടുകയാണ്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല നിമിഷത്തിന് നന്ദി പറയുന്നു. ഈ പട്ടണത്തിൽ ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ ശരീരമായ ഈ സഭയെ ശുശ്രൂഷിക്കാൻ ഞങ്ങളെ അയച്ചതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പട്ടണത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച അതിശക്തനായ ദൈവമനുഷ്യനായി ഞങ്ങൾ അങ്ങയെ നന്ദി പറയുന്നു. തൻ്റെ ആത്മീക നേതൃത്വത്തിൻ്റെ നടുവിൽ ഈ ആത്മീയ അന്തരീക്ഷത്തിൻ്റെ കീഴിൽ വളരുവാൻ, വർദ്ധിക്കുവാൻ, ആയിത്തീരുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവപുത്രന്മാർക്കായി, പുത്രിമാർക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ, അങ്ങയുടെ രാജ്യം വളരട്ടെ. ഒരുമിച്ച് ആമേൻ പറയാമോ? മനുഷ്യനെ പിടിക്കവേ മാറ്റിന യേശുയൻ പടകിലുണ്ട്. നിശ്ചയം ഒരു നാൾ മറുതലിപ്പേനെன்று അറിந்துം അടുത്ത 12 മാസം ഇതുപോലെയുള്ള 12 മൊമെന്റുകൾ റിവർ ചർച്ചിനുണ്ടാകണം. മാറ്റിന യേശുയൻ അരികിലുണ്ട്. നിശ്ചയം ഒരു നാൾ മറുതലിപ്പേനെன்று അழைத்தവരിൻ അരികിലുണ്ട്. ഞാൻ വീശും വലൈകളെല്ലാം വെറുമയായി വന്നാലും എന്നോട് അവർ இருக்க குறையாது. நான் வீசும் வலைகளெல்லாம் வெறுமையாய் வந்தாலும் என்னோடு அவர் இருக்க குறையாது. புயல் அடித்தாலும் அலை அடித்தாலும் என் துதிகள் ஓயாது. கரைச்செறியாமல் கடல் அலைத்தாலும் என் துதிகள் ஓயாது. என் நம்பிக்கை அவமானாலும் என் துதிகள் ஓயாது. புயல் அடித்தாலும் அலை அடித்தாலும் என் துதிகள் ஓயாது. கரைச்செறியாலும் கடல் அலைத்தாலும் என் துதிகள் ஓயாது. என் நம்பிக்கை அவமானாலும் என் துதிகள் ஓயாது. கைவிடத் தெரியாதவரே விட்டு ஓட முடியாது. ഞങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. വേറെ ആരും കിടയാതെ கைவிடத் தெரியாதவரே
ചർച്ചിനും ഇവിടുത്തെ ദൈവമക്കൾക്കും ദൈവരാജ്യത്തിന്റെ ഭരണം പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞു, പിതാവേ, എൻ്റെ കയ്യിൽ ലഭിച്ച ഈ 5 അപ്പക്കഷ്ണത്തിനും 2 മീനിനും നന്ദി, 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 നന്ദി. ദൈവരാജ്യത്തിന്റെ ശക്തി നിന്റെ ശരീരം കേൾക്കട്ടെ. ദൈവരാജ്യത്തിന്റെ അധികാരം മണ്ണും വീണും പ്രാപിക്കുക. അറ്റ്മോസ്ഫിയർ മാറുന്നു. വലിയ ശക്തി പ്രാപിക്കേ, ശക്തി പ്രാപിക്കേ, ശക്തി പ്രാപിക്കേ, ശക്തി പ്രാപിക്കേ. എന്റെ വീട് ശുദ്ധീകരിക്കപ്പെടട്ടെ, എന്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടട്ടെ, എന്റെ ജീവിത ശൈലി ശുദ്ധീകരിക്കപ്പെടട്ടെ. ഓ ജീസസ്, ദൈവരാജ്യ സംസ്കാരം എന്റേതായി മാറട്ടെ. ഭരണം മാറുന്നു, ഭരണം മാറുന്നു, ഭരണം മാറുന്നു, ഭരണം മാറുന്നു. നിങ്ങൾ വന്ന വീട്ടിലോട്ടല്ല തിരിച്ചു പോകാൻ പോകുന്നത്, ഭരണം മാറുന്നു. തലമുറ തലമുറ കൈമാറും അഭിഷേകം, അധികാരം. ശാപത്തെ തകർക്കും, മുഖത്തെ തകർക്കും അഭിഷേകം, അധികാരം. ഈ തലമുറ തലമുറ കൈമാറും അഭിഷേകം, അധികാരം. ശാപത്തെ തകർക്കും, മുഖത്തെ തകർക്കും അഭിഷേകം, അധികാരം. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പലവിധ ശോധനയിലൊരുക്കിയ നേരത്തിൽ കിരുബை താങ്ങിടതേ. നെരുക്കത്തിൽ നേരത്തിൽ നസുങ്ങിന പോകാമൽ കിരുബை താങ്ങിടതേ. പലവിധ ശോധനയിൽ നെരുക്കിയ നേരത്തിൽ കിരുബை താങ്ങിടതേ. നെരുക്കത്തിൽ നേരത്തിൽ നസുങ്ങിന പോകാമൽ കിരുബை താങ്ങിടതേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഗ്നിயின் சூளையில் வெந்து வெந்து போகாமல் கிருபை தாங்கிடதே. என் முடி கூட கருகாமல், புகை கூட அணுகாமல் கிருபை தாங்கிடதே. அக்கினியின் சூளையில் வெந்து வெந்து போகாமல் கிருபை தாங்கிடதே. என் முடி கூட கருகாமல், புகை கூட அணுகாமல் கிருபை தாங்கிடதே. ஹல்லேலூயா, 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 ஹல்லேலூயா. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ജനറേഷൻ വരും, ഒരു തലമുറ വരും. ആരൊക്കെ അടിച്ചകറ്റിയാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും അവർ വരും. അവർ വന്നേ മതിയാകൂ, അവർ എഴുന്നേറ്റേ മതിയാകൂ. യേശുവിന്റെ നാമത്തിൽ അധികാരമുള്ള ശുശ്രൂഷകൻ, ഒരു എക്സ്ക്യൂസിയ, ഒരു അതോറിറ്റി നിന്റെ മേൽ ഇന്ന് വീഴുന്നു. ഇസ്രായേൽ, ഇസ്രായേൽ, ഇസ്രായേൽ ദൈവത്തോടൊപ്പം വാഴുന്നവൻ, ദൈവത്തോടൊപ്പം ഭരിക്കുന്നവൻ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഇതിനെ സ്വീകരിക്കുകയാണ്. അസ്ഥി സൈന്യമായി നിവർത്തിയിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. അസ്ഥി സൈന്യമായി നിവർത്തിയിടും, മഹത്വം ദേശത്തെ. ഓ പരിശുദ്ധ രൂഹ, പരിശുദ്ധ രൂഹ.
ഒരുമിച്ചൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. വലിയ ദൈവമഹത്വം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ആമേൻ. കർത്താവ് ഇങ്ങനൊരു അവസരം നമുക്ക് തന്നല്ലോ.